മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ രക്തച്ചൊരിച്ചിലുകൾക്കെതിരിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ ശത്രുക്കൾ യുദ്ധങ്ങൾക്ക് കച്ചകെട്ടി രക്തച്ചൊരിച്ചിലുണ്ടാക്കി പ്രവാചകൻ സ്ഥാപിച്ച ഇസ്ലാമിക രാഷ്ട്രം നശിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. സ്വാഭാവികമായും ആ രക്തച്ചൊരിച്ചിലുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുചരന്മാർക്കും രക്തം കൊടുക്കേണ്ടി വരുന്നു. പരിശുദ്ധ ഖുർആനിൽ യുദ്ധം അനുവദിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ വചനങ്ങൾ ഈ വസ്തുത സംശയലേശമന്യേ വ്യക്തമാക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 39 മുതലുള്ള വചനങ്ങളിലാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകുന്നത്. അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, യുദ്ധത്തിനിരയായവർക്ക് അവർ മർദ്ദിതരാണ് എന്നതിനാൽ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പരിശുദ്ധ ഖുർആൻ കടന്നു പോകുന്നത്. ഇവിടെ യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ഖുർആൻ സൂക്തത്തിൽ യുദ്ധത്തിനിരയായതുകൊണ്ടാണ്, മർദ്ദിക്കപ്പെട്ടതുകൊണ്ടാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടായതുകൊണ്ടാണ്, ആ കുഴപ്പം അമർച്ച ചെയ്യാൻ വേണ്ടി സത്യവിശ്വാസികൾക്ക് യുദ്ധം അനുവദിക്കപ്പെട്ടത് എന്ന വസ്തുതയാണ് പരിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ വളരെ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ, ഈ അക്രമകാരികളെ നിങ്ങൾ തടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ അവിടെ നൽകുന്ന ഉത്തരം, നിങ്ങളിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം കൊണ്ട് പടച്ച തമ്പുരാൻ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ധാരാളം യഹൂദ ദേവാലയങ്ങളും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം മസ്ജിദുകളും തകർക്കപ്പെടുമായിരുന്നു എന്നാണ്. ഒരു വിഭാഗത്തെ, മനുഷ്യരിൽ ഒരു വിഭാഗത്തെ വേറൊരു വിഭാഗം കൊണ്ട് പടച്ച തമ്പുരാൻ തടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ധാരാളം യഹൂദ ആരാധനാലയങ്ങളും ധാരാളം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ധാരാളം മുസ്ലിം ആരാധനാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. ഇവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന അവസ്ഥാവിശേഷം വന്നാൽ, അവർ യുദ്ധങ്ങൾ നയിച്ചാൽ, അവർ കലാപങ്ങൾ സൃഷ്ടിച്ചാൽ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും നിരപരാധികൾ വധിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സംജാതമാകും. അത് അനുവദിച്ചുകൂടാ. അതുകൊണ്ട് അവരെ പ്രതിരോധിക്കാൻ യുദ്ധം ചെയ്യണം എന്ന കൽപ്പനയാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നൽകുന്നത്. ഇവിടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കാര്യം കൂടി പറഞ്ഞാൽ മാത്രമേ അവയെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം നമുക്ക് ലഭിക്കൂ. യുദ്ധം എങ്ങനെയും ചെയ്യാം, യുദ്ധത്തിന് കണ്ണും മൂക്കുമില്ല എന്നാണ് പറയപ്പെടാറുള്ളത്. യുദ്ധത്തിന് കണ്ണും മൂക്കുമില്ല എന്നതൊരു ആപ്തവാക്യമാണ്. ഒരിടത്തും യുദ്ധത്തിന് ധാർമ്മികതയുണ്ടാകാറില്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും കൃത്യമായൊരു യുദ്ധ നൈതികതയെ നിർവചിക്കാൻ നമുക്കാർക്കും ഇന്നും കഴിഞ്ഞിട്ടില്ല. ലോകത്ത് സമാധാനത്തിന്റെ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് 1945 ആഗസ്റ്റ് 6-നും 9-നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഭീകരമായ അണുവിസ്ഫോടനങ്ങൾ നടത്തിയത് എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് ആളുകളെ നിമിഷാർദ്ധങ്ങൾ കൊണ്ട് ചാരമാക്കി കളഞ്ഞ അമേരിക്കയുടെ അണുബോംബ് വിസ്ഫോടനം നടന്നത് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഉച്ചിയിൽ നാം നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിലാണ്. ആ അണുബോംബ് വിസ്ഫോടനങ്ങൾ പോലും നടന്നത് ന്യായമായ കാര്യത്തിനല്ല എന്ന് നമുക്കറിയാം. അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ന്യായമായ കാരണങ്ങൾക്കല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലോകത്തുണ്ടായ എല്ലാ യുദ്ധങ്ങളും, ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് തന്നെ അന്യായമായ കാരണങ്ങൾ കൊണ്ടാണ്, ഭൗതികമായ അധികാരാസക്തി കൊണ്ടാണ്. ആ യുദ്ധങ്ങൾ നയിക്കപ്പെടുന്നതാകട്ടെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെയാണ്, യാതൊരു ധാർമ്മികതയും ഇല്ലാതെയാണ്. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളെ നമ്മളൊന്ന് ഹൃദയം തുറന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണമായി ഞാൻ പറയട്ടെ, ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 190 മുതലുള്ള വചനങ്ങൾ. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഅതദു, നിങ്ങൾ ഒരിക്കലും അതിരു കവിയരുത്. ഇതിലെന്താണ് ഇത്ര പുതുമ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. നിങ്ങൾക്ക് ആദ്യം സൈന്യങ്ങളുടെ രീതിശാസ്ത്രം അറിയണം. ലോകത്തൊരുപാട് സൈന്യങ്ങളുണ്ട്, ആ സൈന്യങ്ങൾക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ സൈന്യങ്ങളുടെയും പെരുമാറ്റച്ചട്ടങ്ങൾ പരിശോധിക്കുക, അവരുടെ കമാൻഡർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും പരിധി വിടരുത്,
ഒരു പരിധി കവിഞ്ഞ് ആക്രമിക്കരുത്, തത്വദീക്ഷ കൈവിടരുത്, അതിരു കവിയരുത്. അതിരു കവിയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊരു പരാമർശം എവിടെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ? കൊല്ലുക, വെടിവെക്കുക, തീവെക്കുക, കയറി പിടിക്കുക, ആളുകളെ നശിപ്പിക്കുക, ആ രാഷ്ട്രത്തെ നാമാവശേഷമാക്കുക, നമ്മുടെ രാഷ്ട്രത്തെ വിജയിപ്പിക്കുക എന്ന കൽപ്പനയല്ലാതെ പാടില്ല, ഇന്നത് പാടില്ല, ഇന്നത് പാടില്ല, ഇന്നത് പാടില്ല എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥത്തെയല്ല ഏതെങ്കിലും ഒരു മതേതര ഗ്രന്ഥത്തെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത് യുദ്ധത്തിന്റെ രംഗത്താണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തഅ്തദു, നിങ്ങൾ അതിരുവിടരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പടച്ച തമ്പുരാൻ അതിരു കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധരംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങൾ നമുക്കെല്ലാം അറിയാം. നിരപരാധികളെ വധിക്കരുത്, സ്ത്രീകളെ വധിക്കരുത്, കുട്ടികളെ വധിക്കരുത്, മതപുരോഹിതന്മാരെ വധിക്കരുത്, വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്, നശീകരണ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ നാട്ടിൽ അലഞ്ഞു നടക്കരുത് എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ആലോചിച്ചു നോക്ക്, ന്യായമാണ് യുദ്ധം, അവരുടെ ഭാഗത്താണ് തെറ്റ്, നമ്മെ നശിപ്പിക്കാനാണ് അവർ വരുന്നത്, അവരോടാണ് യുദ്ധം ചെയ്യുന്നത്. എങ്കിൽ പോലും അതിരു കവിയരുത്. ആ കൂട്ടത്തിലെ നിരപരാധികളെ വധിക്കരുത്, സ്ത്രീകളെ വധിക്കരുത്, കുട്ടികളെ വധിക്കരുത്, പുരോഹിതന്മാരെ വധിക്കരുത്. ഈ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകരുത്. യുദ്ധക്കളത്തിൽ നിങ്ങളുമായി നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നവർ അവരുമായാണ് നിങ്ങളുടെ യുദ്ധം എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുള്ള പ്രവാചകന്റെ ഒരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്നെ യുദ്ധത്തിൽ വധിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരെ മാത്രമേ ഒരാളോട് യുദ്ധം ചെയ്യാവൂ. പലപ്പോഴും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ട വചനം, വാള് കാണിച്ചുകൊണ്ട് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണ് പ്രവാചകൻ ആവശ്യപ്പെടുന്നത് എന്ന് ആരോപിക്കപ്പെട്ട വചനം. നിങ്ങൾക്കറിയുമോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിർബന്ധത്തിലൂടെയുള്ളൊരു മതപരിവർത്തനം, ബലാത്കാരം ഉപയോഗിച്ചുള്ളൊരു മതപരിവർത്തനം, അതിന് ഇസ്ലാമികമായി യാതൊരു സാധുതയുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. പരിശുദ്ധ ഖുർആനിലെ 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനിസിലെ 99-100 വചനങ്ങളിൽ പടച്ച തമ്പുരാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്, ലോകത്തിലെ മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കാൻ വേണമെങ്കിൽ എനിക്ക് കഴിയും, ഞാനത് വേണ്ട എന്നത് തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങളാരും നിർബന്ധം പ്രയോഗിച്ച് ആളുകളെ മതത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ്. യുദ്ധക്കളത്തിൽ പോയിട്ട് യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ടവരെ പോലും മുസ്ലിങ്ങൾ, പ്രവാചകനും അനുചരന്മാരും വാൾ കാണിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ് സത്യം. യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട ആളുകളെ പോലും വാൾ തലപ്പ് കാണിച്ച് നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് പ്രവാചകൻ ഇവിടെ ഈ പറഞ്ഞത്? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അവകാശപ്പെട്ട ഒരു യുദ്ധമാനവികതയാണ്. ആൾ നമ്മുടെ ശത്രുവാണ്, നമ്മെ നശിപ്പിക്കാനാണ് വരുന്നത്. ഇന്നലെ വരെ നമുക്കെതിരെയുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുത്തയാളാണ്. പക്ഷെ അയാൾക്ക് മനം മാറ്റം ഉണ്ടാകാം, അയാളിൽ സംസ്കരണം സംഭവിക്കാം, അയാൾക്ക് തിരിച്ചറിവുണ്ടാകാം, അയാൾ പുനഃപരിശോധനകൾ നടത്താം. ആ പുനഃപരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ, ആ പുനഃപരിശോധനക്ക് അയാൾ സന്നദ്ധമായാൽ ഇല്ല, പിന്നീട് അയാളെ വധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ പ്രതികാരത്തിന്റെ അഗ്നി അയാൾക്ക് നേരെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശരി, അയാൾക്ക് നേരെ വാൾ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അയാളെ സ്വൈര്യമായ അഭയസ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിന്റെ യുദ്ധസൂക്തങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു നിയമമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമെന്നില്ല. ഒരാൾ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തിന് നേരെയുള്ള കയ്യേറ്റങ്ങളിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി അയാൾക്ക് നേരെ പിന്നെ ആയുധം പ്രയോഗിക്കരുത്, അയാൾക്ക് അഭയം നൽകണം, അയാളോട് മാന്യമായി പെരുമാറണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഏറ്റവും സമ്പൂർണ്ണമായി പ്രകാശിപ്പിക്കപ്പെട്ടത് മക്ക വിജയത്തിന്റെ ദിവസത്തിലാണ്. നമുക്കറിയാം, മക്ക വിജയം ഇസ്ലാമിന്റെ വിജയം പൂർണ്ണമായ ദിവസം. മക്കയിൽ നിന്ന് എവിടെ നിന്നാണോ പ്രവാചകനും അനുചരന്മാരും ആട്ടിപ്പുറത്താക്കപ്പെട്ടത്, അവിടേക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും തിരിച്ചു ചെന്ന ദിവസം മക്ക പൂർണ്ണമായി പ്രവാചകന്റെ അധീനതയിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പുതിയൊരു ചരിത്രം രചിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് പ്രവാചകനെ പീഡിപ്പിച്ച് മർദ്ദിച്ച ശത്രുക്കൾ. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ നയിച്ചവരുണ്ട്. പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൊലപ്പെടുത്തിയവരുണ്ട്. പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയവരും, അദ്ദേഹത്തിന്റെ മാറ് കുത്തിപ്പിളർന്ന് അദ്ദേഹത്തിന്റെ കരൽ വായിലിട്ട് ചവിച്ച് കടിച്ചു തുപ്പിയവരുമുണ്ട്. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മാലയാക്കി
ശരീരത്തിൽ കോർത്തവരുണ്ട്. ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യന്റെ വൈകാരികാവസ്ഥ വെച്ച് പ്രതികാരമുണ്ടാകാൻ അർഹതയുള്ള എത്രയോ മനുഷ്യർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിലനിൽക്കുന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇല്ല, ഗോത്രമഹിമയുടെ പേരിൽ, കുടുംബ പാരമ്പര്യത്തിന്റെ പേരിൽ, കുടിപ്പകയുടെ പേരിൽ, പ്രതികാരത്തിന്റെ പേരിൽ രക്തം ചിന്തുന്ന ഏർപ്പാട് പ്രാകൃതമാണ്. അത് പടച്ചതമ്പുരാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും പോകാമെന്ന് പറഞ്ഞ് സ്വതന്ത്രരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ പുരുഷാരത്തെ പിരിച്ചുവിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാതൊരു പ്രതികാര നടപടിയും സ്വീകരിക്കാതെ. മക്ക വിജയം, നിങ്ങൾക്ക് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ കേട്ട് പരിചയമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം വിജയിച്ച ദിവസം ഫ്രാൻസിന്റെ തെരുവുകൾ രക്തപ്പുഴകളായി മാറി എന്ന് നമുക്കറിയാം. കാരണം വിപ്ലവത്തിന്റെ ശത്രുക്കളായി നിലനിന്നവരെയും ശത്രുക്കളായി സംശയിക്കപ്പെട്ടവരെയും ഒന്നൊഴിയാതെ കൊന്നു നുറക്കിക്കൊണ്ടാണ് ഫ്രാൻസിലെ വിപ്ലവം സാർത്ഥകമായത്. റഷ്യയിലെ വിപ്ലവത്തെക്കുറിച്ച് നമുക്കറിയാം. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെതിരെ നിന്നു എന്ന് സംശയിക്കപ്പെട്ടവരെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയാണ് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചെയ്തത്. അത് വായിച്ചാൽ ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സാക്ഷി വെച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തത്രയും വിധം ക്രൂരമായ രൂപത്തിൽ. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഭരണാധികാരി സാർ ചക്രവർത്തിയായിരുന്നു. അവസാനത്തെ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിക്ടോറിയയെയും അദ്ദേഹത്തിൻ്റെ അലക്സിസ് എന്ന പേരായ ഹീമോഫീലിയ രോഗിയായ 14 വയസ്സുള്ള മകനെയും അടക്കം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ പരിചാരകരായി ഉണ്ടായിരുന്നവരെ എല്ലാം കൂടി റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ ചെയ്തത് എന്തായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ വിപ്ലവം വിജയിച്ച ദിവസം സാർ ചക്രവർത്തിയുടെ നിക്കോളാസ് രണ്ടാമൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ പരിചാരകരെയും ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറിപ്പോകാം, ഇല്ലെങ്കിൽ വിപ്ലവകാരികൾ നിങ്ങളെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റാനാണ് എന്ന് പറഞ്ഞ് അവരുടെ താമസ സ്ഥലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു ഫോട്ടോ എടുക്കണം. ഒരു ഫോട്ടോ സെഷന് വേണ്ടി അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി. ഫോട്ടോ എടുക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും അടങ്ങുന്ന ഹീമോഫീലിയ രോഗി അടങ്ങുന്ന ഈ കുടുംബത്തെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ പച്ചക്ക് വെടിവെച്ചു കൊന്നു. ഒരു ഫോട്ടോയുടെ, ഒരു ക്യാമറയുടെ ഫ്ലാഷ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് നെഞ്ചത്ത് വെടിയുണ്ടകളാണ് ഏൽക്കേണ്ടി വന്നത്. ഇതൊരു രീതിയാണ്, ഒരു വിപ്ലവത്തിന്റെ രീതി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിപ്ലവം വിജയിച്ച ദിവസം മക്കയിൽ ചോര ചിന്തിയിട്ടേയില്ല. ഒരാളോടും പ്രതികാരം നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഇപ്പറയുന്ന സാർ ചക്രവർത്തി അടക്കമുള്ള ആളുകൾ അവരൊരു വ്യവസ്ഥയുടെ ഉപകരണമായിരുന്നു എന്ന് മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ തന്നെ സമ്മതിക്കുന്നതാണ്. പക്ഷേ പ്രവാചകന്റെ മുന്നിൽ അണിനിരന്നു നിൽക്കുന്ന 10,000 വ്യക്തിപരമായി തന്നെ പ്രവാചകൻ ആക്രമിച്ചവരാണ്, മദീനയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. അവരോട് മുഴുവൻ കാരുണ്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത അത്രയും ഉജ്ജ്വലമായൊരു അധ്യായമാണിത്. ഈ രീതിയിലുള്ള ഒരു പൊതുമാപ്പ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടേയില്ല, പ്രത്യേകിച്ചും വിപ്ലവ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതിൻ്റെ ചുരുക്കം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വന്തം തലച്ചോറിൽ നിന്ന് നിർദ്ധരിച്ചെടുക്കുന്നതിന് പകരം പടച്ച തമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുകയും ആളുകളെ നന്മയിലേക്ക് മാത്രം വഴി നടത്തുകയും ആ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ 100% പ്രാവർത്തികമാക്കുകയും അങ്ങനെ പ്രാവർത്തികമാക്കിയ ആശയങ്ങൾ സമൂഹത്തിന് കൈമാറാൻ വേണ്ടി ത്യാഗത്തിൻ്റെ ഏതറ്റം വരെയും പോവുകയും ഒടുവിൽ മറ്റാർക്കും സാധ്യമല്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സഫലമാക്കുകയും ചെയ്തു. ആ സ്വപ്നത്തെ നശിപ്പിക്കാൻ, അദ്ദേഹം നിർമ്മിച്ച മാതൃകാ സമൂഹത്തെ നശിപ്പിക്കുവാൻ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് പ്രയത്നങ്ങൾ ഉണ്ടായപ്പോൾ ആ പ്രയത്നങ്ങളെ പ്രതിരോധിക്കാൻ യുദ്ധങ്ങളോടും രക്തച്ചൊരിച്ചിലിനോടും താല്പര്യമില്ലാതിരുന്നിട്ടും പ്രവാചകനും അനുചരന്മാർക്കും വാളെടുക്കേണ്ടി വന്നു. അവരുടെ യുദ്ധങ്ങൾ ത്യാഗപൂർണമായ പിടച്ചിലുകളായിരുന്നു. ആ യുദ്ധങ്ങളുടെ സമയത്ത് പോലും യുദ്ധങ്ങളിൽ മനുഷ്യർ ഒരു നൈതികത അനുവർത്തിക്കേണ്ടതുണ്ട് എന്നും തോന്നിയ രീതിയിൽ യുദ്ധം ചെയ്തുകൂടാ എന്നും പഠിപ്പിക്കുകയും യുദ്ധരംഗത്ത് എങ്ങനെയാണ് മനുഷ്യത്വത്തോടുകൂടി പെരുമാറേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒടുവിൽ യുദ്ധത്തിലായാലും എന്തിലായാലും നമ്മുടെ നിലപാടുകൾ പ്രശ്നാധിഷ്ഠിതമാണ് എന്നും വ്യക്തികളോട് ഒരിക്കലും സ്ഥായിയായ കുടിപ്പകയുണ്ടായിക്കൂടാ എന്നും ആ കുടിപ്പകയുടെ അടിസ്ഥാനത്തിൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നും മക്കാ വിജയത്തിന്റെ അവസരത്തിൽ പറയുന്ന പ്രവാചകന്റെ ശത്രുക്കൾക്ക് മുഴുവൻ മാപ്പ് കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. ഇവിടെ ജീവിതത്തിന്റെ മറ്റെല്ലാ രംഗങ്ങളിലും നമുക്ക് മാതൃകയായതുപോലെ യുദ്ധരംഗത്തും മാതൃകയാവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധം ചെയ്യേണ്ട അനിവാര്യമായൊരു സമയമുണ്ടായാൽ, സന്ദർഭമുണ്ടായാൽ, നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ
പുറത്തു നിന്ന് യുദ്ധസന്നാഹങ്ങൾ ഉണ്ടായാൽ ഏത് രീതിയിലാണ് മനുഷ്യത്വത്തോടുകൂടി ആ പ്രശ്നത്തിൽ ഇടപെടേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളുടെ മുഴുവൻ പാഠം. ആ പാഠത്തോട് വസ്തുനിഷ്ഠമായി ക്രിയാത്മകമായി സംവദിക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അബ്ദുറസാഖ് തിരൂരങ്ങാടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണവും കൂടി ഒന്ന് പറയുന്നത് പ്രസക്തമല്ലേ? അത് ഓർമ്മിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു മാത്രം, ചോദ്യമല്ല. ബഹുമാനനായ ഡോക്ടർ പി കെ അബ്ദുറസാഖ് സുല്ലമി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായും ഞാൻ വിട്ടുപോയ ഒരു പോയിന്റ് കൂടിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം നയിച്ച യുദ്ധങ്ങളിലാകെ കൂടി മരിച്ചത് കേവലം 1018 ആളുകൾ മാത്രമാണ്. കേവലം 1018 ആളുകൾ. ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നത് 1.5 കോടിയും 2 കോടിയും 10 ലക്ഷവും 15 ലക്ഷവും എല്ലാം ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് ലോകത്ത് നടന്ന വിപ്ലവങ്ങൾ, ആ വിപ്ലവങ്ങൾ ലോകത്ത് യാതൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. അവയെല്ലാം പരാജയങ്ങളായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. എന്നാൽ കേവലം 1018 ആളുകൾ അനിവാര്യമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട പ്രവാചകന്റെ യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ വഴി ലോകത്ത് നിലനിന്നതൊരു ആദർശമാണ്. അവസാന നാൾ വരെയുള്ള നന്മയാണ്. അതനുസരിച്ച് ജീവിക്കുന്ന 10,000-ങ്ങളാണ്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന നന്മയുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശിഷ്യഗണങ്ങളാണ്. അവരെ നിലനിർത്തുക എന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സംഭവിച്ചത്. അത് ഓർമ്മപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ബഷീർ. ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ ഇസ്ലാമിക നീതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനോടുകൂടെ കമ്മ്യൂണിസത്തിൻ്റെ പരാജയം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്നും കാർൽ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലിൻ്റെ സ്വാധീനം, അഥവാ സാമ്പത്തിക രംഗത്തുള്ള സാമ്പത്തിക ശാസ്ത്ര രംഗത്തുള്ള അതിൻ്റെ സ്വാധീനം ഇസ്ലാമിന് വകവെച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത്? എന്താണ് ബഹുമാനനായ സുഹൃത്ത് ബഷീർ കൃത്യമായി ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ, അതിൻ്റെ സ്വാധീനം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു. അത് ഇസ്ലാമിന് വകവെച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ്. ആ പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ഇസ്ലാം എന്തായാലും മാർക്സിൻ്റെ മാർക്സിയൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറകളിൽ ഒന്നിനെയും, അതതിൻ്റെ പ്രപഞ്ച വീക്ഷണത്തെ ആയാലും ചരിത്ര വീക്ഷണത്തെ ആയാലും അതിൻ്റെ സാമ്പത്തിക വീക്ഷണത്തെ ആയാലും ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ് ഇതിൻ്റെ എല്ലാ നിലപാടുകളും. മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ, അതിൻ്റെ സ്വാധീനം ലോകത്ത് നിലനിൽക്കുന്നു എന്ന അവകാശവാദം, ആ അവകാശവാദം ധൈര്യത്തോടു കൂടി ഉന്നയിക്കാൻ കാര്യബോധമുള്ള മാർക്സിസ്റ്റ് ബുദ്ധിജീവികൾ പോലും സന്നദ്ധമാകാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം എവിടെയാണ് ലോക ഭൂപടത്തിൽ ചുവപ്പ്, ഒന്ന് ഡൈല്യൂട്ട് ചെയ്യപ്പെടാത്ത, ഒന്ന് വെള്ളം ചേർക്കപ്പെടാത്ത, കൃത്യമായി മാർക്സിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരു ചുവന്ന രാഷ്ട്രം എവിടെയാണ് എന്ന ചോദ്യത്തിന് അടുത്ത കാലം വരെ നമ്മൾ പറഞ്ഞിരുന്ന ഉത്തരങ്ങൾ അടക്കം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവസാനം വരെ നമ്മൾ പറഞ്ഞിരുന്ന ക്യൂബ, ആ ക്യൂബയിൽ ഫിദൽ കാസ്ട്രോക്ക് ശേഷം അധികാരം ഏറ്റെടുക്കേണ്ടി വന്ന റൗൾ കാസ്ട്രോ, അദ്ദേഹം നടത്തുന്ന പരിഷ്കരണങ്ങൾ യഥാർത്ഥത്തിൽ മാർക്സിസത്തിൻ്റെ പ്രായോഗികതക്കല്ല മറിച്ച് അപ്രായോഗികതക്കാണ് അടിവരയിടുന്നത് എന്ന് നമുക്കറിയാം. ചൈനയായിരുന്നു നമ്മുടെ എല്ലാം മുമ്പിലുണ്ടായിരുന്ന ഉദാഹരണം. ചൈനയാണ് ഒരു പക്ഷേ ഇന്ന് ലോകത്ത് വലതുപക്ഷ മുതലാളിത്ത രാഷ്ട്രങ്ങളെക്കാൾ സ്വകാര്യ സ്വത്തിനെയും വിദേശ മൂലധനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നതാണ് സത്യം. ഇവിടെ ഇത് കേവലമായൊരു അവകാശവാദം മാത്രമാണ്. മാർക്സിയൻ സാമ്പത്തിക ദർശനം, ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിക്ക് അതിൻ്റേതായ തകരാറുകളുണ്ട്. സ്വാഭാവികമായും അത് ഇടയ്ക്കിടെ പ്രതിസന്ധികളിലേക്ക് കൂപ്പുകുത്തും. അടുത്ത കാലത്തുണ്ടായ ആഗോള സാമ്പത്തിക മാന്ദ്യം ഇത്തരമൊരു പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധിയിൽ തീർച്ചയായും ഇസ്ലാമിന് അതിൻ്റേതായൊരു നിലപാടുണ്ട്. ആ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ മാർക്സിസത്തെ പോലെ തന്നെ ഒരു ഭൗതിക ദർശനമാണ് മുതലാളിത്തവും. മാർക്സിസം മനുഷ്യരുടെ തലച്ചോറിൽ നിന്ന് രൂപം കൊണ്ടതാണ്, മുതലാളിത്തവും മനുഷ്യരുടെ തലച്ചോറുകളിൽ നിന്ന് രൂപം കൊണ്ടതാണ്. മാർക്സിസം പരാജയപ്പെടും എന്ന് നമ്മൾ പറയുന്നത് അത് മാർക്സ് രൂപീകരിച്ചത് കൊണ്ടല്ല, മറിച്ച് മാർക്സ് ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ഇതുപോലെ മുതലാളിത്തവും സ്വാഭാവികമായും പരാജയപ്പെടും. മുതലാളിത്തം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കും. കാരണം മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയും മനുഷ്യരുടെ ചിന്തകൾ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മാർക്സിസവും മുതലാളിത്തവും. ഇവിടെ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതി പരാജയപ്പെട്ടാൽ അത് മാർക്സിസം ശരിയാണ് എന്നതിൻ്റെ തെളിവല്ല, മുതലാളിത്തം ശരിയല്ല എന്നതിൻ്റെ തെളിവ് മാത്രമാണ്. മാർക്സിസം ശരിയാണ് എന്ന് പറയണമെങ്കിൽ ഈ പ്രതിസന്ധികൾക്ക് മാർക്സിസത്തിൻ്റെ കയ്യിൽ പരിഹാരങ്ങൾ ഉണ്ടാകണം. പരിഹാരങ്ങൾ പോയിട്ട്
പരിഹാരങ്ങൾ പോയിട്ട് മുതലാളിത്തം പുതിയ കാലത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ ഉള്ള ഒരു പദാവലി പോലും 1.5 നൂറ്റാണ്ട് മുമ്പ് ആവിഷ്കരിക്കപ്പെട്ട മാർക്സിയൻ സാമ്പത്തിക ദർശനത്തിന് ഇല്ല എന്നതാണ് സത്യം. അത് കേവലം മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് ഫോക്കസ് കൊണ്ടുപോവുകയും മാർക്സിസത്തെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുകയും മാർക്സിസം ജയിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ്. ലോകത്ത് നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളടക്കം മാർക്സിസത്തെ ഡൈല്യൂട്ട് ചെയ്യുകയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ചാത്തൻകുട്ടി കോട്ടപ്പുറം. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്തുള്ള രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ഇസ്ലാമിക നിയമങ്ങൾ നിലനിൽക്കുന്ന ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ? ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാർക്സിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് രാഷ്ട്രങ്ങളെല്ലാം കാലയവനികക്കുള്ളിൽ മറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്രം ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രങ്ങളുണ്ടോ? ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ തന്നെ വളരെ കൃത്യമായി ഈ ഒരു തലം സ്പർശിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, പ്രത്യയശാസ്ത്രങ്ങൾ മുകളിൽ നിന്ന് താഴോട്ടാണ് പോകുന്നത്. പ്രത്യയശാസ്ത്രങ്ങൾ സംസ്കരിക്കുന്നത് ഭരണകൂടങ്ങളെയും വ്യവസ്ഥിതികളെയുമാണ്. മാർക്സിസം ഒരു മനുഷ്യൻ്റെ വ്യക്തിജീവിതം സംസ്കരിക്കാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല. മാർക്സിസം പറയുന്നത് ഭരണകൂടത്തെ നന്നാക്കുന്നതിനെ കുറിച്ചാണ്. അതാണ് മാർക്സിസത്തിൻ്റെ വിഭാവന. മാർക്സ് പ്രവചിച്ചത് മനുഷ്യൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി അത് അടിമത്തത്തിൽ നിന്ന് ഫ്യൂഡലിസത്തിലേക്ക് പോയി, പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് പോയി, അടിമത്തത്തിൽ നിന്ന് ഫ്യൂഡലിസത്തിലേക്ക് പോയി, ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്ക് പോയി, മുതലാളിത്തം അത് സോഷ്യലിസമായി മാറും. ഇത് മാർക്സിൻ്റെ ഒരു പ്രവചനമാണ്. ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ഭരണകൂടങ്ങളെല്ലാം അവ ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് പോയി, മുതലാളിത്ത വ്യവസ്ഥിതിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് സ്വാഭാവികമായും പോകണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നേരെ വിപരീതമായ ദിശയിലാണ് പലപ്പോഴും കാര്യങ്ങൾ സംഭവിച്ചത്. ഇപ്പോൾ മാർക്സിസം വിജയിച്ചു എന്നതിന് ഒരു കാലത്ത് ഉദാഹരണമായി പറയപ്പെട്ടിരുന്ന സോവിയറ്റ് റഷ്യ. ഈ സോവിയറ്റ് റഷ്യ ഉണ്ടായതും സോവിയറ്റ് റഷ്യ തകർന്നതും യഥാർത്ഥത്തിൽ മാർക്സിൻ്റെ പ്രവചനങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ്. കാരണം മാർക്സിൻ്റെ പ്രവചന പ്രകാരം ഒരു സമൂഹം ഫ്യൂഡൽ അവസ്ഥയിൽ നിന്ന് മുതലാളിത്ത അവസ്ഥയിലേക്കാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ സോവിയറ്റ് റഷ്യ ഫ്യൂഡൽ അവസ്ഥയിൽ നിന്ന് സോഷ്യലിസ്റ്റ് അവസ്ഥയിലേക്കാണ് പരിണമിച്ചത്. അവിടെ തന്നെ പ്രവചനം തെറ്റി. രണ്ടാമതായി, സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ നിന്ന് ഒരിക്കലും ഈ സമൂഹം മുതലാളിത്തത്തിലേക്ക് മടങ്ങിപ്പോകാൻ പാടില്ല. പക്ഷേ സോവിയറ്റ് റഷ്യ മുതലാളിത്തത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ വീണ്ടും പ്രവചനം തെറ്റി. ഇവിടെ മാർക്സിയൻ ദർശനത്തിൻ്റെ അടിസ്ഥാനപരമായ ലോകത്തിൻ്റെ ചരിത്രഗതിയെ സംബന്ധിച്ചൊരു വീക്ഷണം തന്നെ പാടെ അബദ്ധമായിരുന്നു എന്നും അതിന് വിരുദ്ധമായാണ് കാര്യങ്ങൾ സംഭവിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് മാർക്സിസം പരാജയപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവായി നമ്മളത് എടുത്തു പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അടിസ്ഥാനപരമായി സംസ്കരിക്കുന്നത് വ്യക്തികളെയാണ്. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായാലും ഇസ്ലാമികേതര ഭരണകൂടമായാലും ഒരു രാഷ്ട്രം തന്നെ ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഫ്യൂഡൽ സമൂഹത്തിലാണെങ്കിലും മുതലാളിത്ത സമൂഹത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വ്യക്തിക്ക് 100% മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അത് രാഷ്ട്രമുണ്ടോ സമൂഹമുണ്ടോ എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അയാളുടെ വ്യക്തിയെ, ആ മനസ്സിനെയാണ് ഇസ്ലാം സംസ്കരിക്കുന്നത് എന്നതുകൊണ്ട് ഏത് സാമൂഹ്യ വ്യവസ്ഥിതിയിലും 100% മുസ്ലിമായി ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിശ്രമിച്ചത് ഇത്തരത്തിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന വ്യക്തികളെ സൃഷ്ടിക്കാനാണ്. ആ വ്യക്തികൾ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് സംക്ഷിപ്തമായി സൂചിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു സദസ്സിൽ വന്ന് പങ്കെടുക്കുവാനും എന്നാൽ കഴിയുന്ന രീതിയിൽ ദഅവത്ത് പ്രചരിപ്പിക്കുവാനും അതുപോലെ നബിയെക്കുറിച്ച് പാടുവാനും എനിക്ക് അല്ലാഹു തന്നിട്ടുള്ള ഒരു ചെറിയ കഴിവാണ് പാട്ട് പാടുവാൻ കഴിയുക എന്നത്. അൽഹംദുലില്ലാഹ്, അത് പ്രവാചകനെക്കുറിച്ച് പാടുക എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ കുറച്ച് മുമ്പ് ഇവിടെ അവതരിപ്പിച്ച വിഷയാവതരണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക വിജയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചത് മുതൽ മദീനയിലേക്ക് പോകുന്നത് വരെ അനുഭവിച്ച യാതനകളും വേദനകളും പ്രയാസങ്ങളും എത്രയാണെന്ന് നമ്മളിൽ പലരും വായിച്ചും കേട്ടും മനസ്സിലാക്കിയവരാണ്. അതിനുശേഷം മദീനയിലെത്തുകയും മദീനയിലെത്തിയതിന് ശേഷവും മക്കയിലെ മുശ്രിക്കുകൾ വന്ന് യുദ്ധം ചെയ്യുകയും അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവസാനം രക്തരഹിത വിപ്ലവമായ മക്ക വിജയം, മക്കം ഫത്ഹ് നടക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യമായി പാടാൻ ശ്രമിക്കുന്നത്. ഒരു വലിയ പാട്ടുകാരനല്ല, നിങ്ങൾ എൻ്റെ ശബ്ദമാധുര്യത്തെക്കാളേറെ വരികളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അപേക്ഷിക്കുന്നു. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിയിടുന്നേ. മക്കം ഫത്ഹിൻ്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിയിടുന്നേ. മക്കം ഫത്ഹിൻ്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തല കുനിച്ചിടുന്നേ. നേരത്തെ ഇവിടെ പറഞ്ഞു എന്താണ് തലകുനിക്കാനിടയായ സാഹചര്യം. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, ഒരുപാട് വേദനകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം വിറച്ച് തലകുനിച്ച് നിൽക്കുകയാണ്. വളരെ പുറകിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ അൽ അമീനാണെന്ന് കാണുന്നവർക്കുല്ലും പറഞ്ഞ് അല്ലലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബൂവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്ന് നിറഞ്ഞ്. നബിയുടെ മനസ്സിൽ ഓർമ്മകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ്. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കണ്ട സമയത്ത് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ്. മക്കയിൽ ജനിച്ച് വളർന്നത്, അൽ അമീനായി വളർന്നത്, കഅബയിൽ ഹജറുൽ അസ്വദ് കല്ല് എടുത്തു വെക്കുന്നതിനുള്ള ആ പ്രശ്നം പരിഹരിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബിയുടെ മനസ്സിലിങ്ങനെ ഓർമ്മയിൽ തിങ്ങി നിറയുകയാണ്. അൽ അമീനാണെന്ന് കാണുന്നവർക്കുല്ലും പറഞ്ഞ് അല്ലലില്ലാതെ 40 കൊല്ലക്കാലം കഴിഞ്ഞ് നുബൂവത്ത് ലഭിച്ചപ്പോൾ ഭയത്താലെ വലഞ്ഞ് നബിയുടെ മനസ്സിൽ ഓർമ്മകൾ വന്ന് നിറഞ്ഞ് എത്തിര വേദനയന്നു സഹിച്ചെന്നേ. ഓർക്കാൻ പലതുണ്ടിത്തരുണത്തിൽ ഹൃത്തടം വിങ്ങുന്നേ. മനസ്സിലുണ്ട് നൊന്തുപെറ്റ പുന്നാരുമ്മ, പോറ്റി വളർത്തിയ ബീവി ഹലീമ, അത്തരമെത്തിര ചിത്തിരയോർമ്മ. മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നെടുത്തിയിടുന്നേ. മക്കം ഫത്ഹിൻ്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലകുനിച്ചിടുന്നേ. ഇവിടെയും ഓർമ്മകൾ അവസാനിക്കുന്നില്ല. ഓർമ്മിക്കുന്നു നുബുവത്തിനാദ്യ നാളിലെന്ന് കലിമത്ത് പറഞ്ഞുള്ള നേരത്ത്. ഓടിയടുത്തന്ന് വരെ സ്നേഹം ചൊരിഞ്ഞവർ ചളിവാരി എറിഞ്ഞല്ലോ ദേഹത്ത്. അന്ന് വരെ സ്നേഹത്തോടെ അൽ അമീൻ എന്ന് വിളിച്ചവർ. ഓർമ്മിക്കുന്നു നുബുവത്തിനാദ്യ നാളിലെന്ന് കലിമത്ത് പറഞ്ഞുള്ള നേരത്ത്. ഓടിയടുത്തന്ന് വരെ സ്നേഹം ചൊരിഞ്ഞവർ ചളിവാരി എറിഞ്ഞല്ലോ ദേഹത്ത്. ഇവിടെയും ദുരന്തങ്ങൾ തീരുന്നില്ല. കഴുത്തിലായൊട്ടകത്തിൻ കൂടൽമാല കമഴ്ത്തി കടുത്ത വാക്കുകളാലെ മനസ്സിനെ തളർത്തി. കുടുങ്ങിയിട്ടൊടുവിൽ ത്വായിഫിൽ ചെന്ന് കുഴങ്ങി. കുടിലേറെ ദ്രോഹത്താലെ അവിടുന്നും മടങ്ങി. നോക്കണേ, ഇങ്ങനെ മക്കത്തുനിന്ന് വളരെയേറെ പ്രയാസപ്പെട്ടപ്പോഴാണ്, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെട്ടപ്പോഴാണ് ത്വായിഫിലേക്ക് പോയത്. കഴുത്തിലായൊട്ടകത്തിൻ കൂടൽമാല കമഴ്ത്തി കടുത്ത വാക്കുകളാലെ മനസ്സിനെ തളർത്തി. കുടുങ്ങിയിട്ടൊടുവിൽ ത്വായിഫിൽ ചെന്ന് കുഴങ്ങി. കുടിലേറെ ദ്രോഹത്താലെ അവിടുന്നും മടങ്ങി. കലിമ മൊഴിഞ്ഞുള്ളവരെ വിളിപ്പിച്ച് കുഫിറിൻ്റെ കൂട്ടം ക്രൂരമിൽ മർദ്ദനമുറകളതേൽപ്പിച്ച്. ഒടുവിലെന്ന് നാഥൻ തൻ്റെ കൽപ്പന വന്ന് നാടും വിട്ട് പോകണമെന്ന് നന്നായി ചെന്ന് മദീനയിൽ ചേർന്ന് മുഹമ്മദ്.
മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ. മക്കം ഫത്ഹിൻ്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലകുനിച്ചിടുന്നേ. അങ്ങനെയാണ് മദീനയിലെത്തിയത്. എത്തിയിട്ടും നേരത്തെ പറഞ്ഞതുപോലെ നിരവധി യുദ്ധങ്ങളിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായി. അങ്ങനെ ചേർന്നുള്ള ചരിതങ്ങളേറെ സ്മരിച്ചാത നബിതങ്ങൾ അടുത്ത് വന്നിടുന്നേ. ചൂളി വിറച്ചും കൊണ്ട് നിൽക്കുന്നോരോടായി നബിയത മെല്ലെ മൊഴിഞ്ഞിടുന്നേ. ചേർന്നുള്ള ചരിതങ്ങളേറെ സ്മരിച്ചാത നബിതങ്ങൾ അടുത്ത് വന്നിടുന്നേ. ചൂളി വിറച്ചും കൊണ്ട് നിൽക്കുന്നോരതായി നബിയത മെല്ലെ മൊഴിഞ്ഞിടുന്നേ. എന്നിൽ നിന്നും നിങ്ങളെന്തു പ്രതീക്ഷിപ്പെന്നുരക്ക്, എല്ലാവരും കരുണയിൽ നോക്കി നബി ശരിക്ക്. എങ്ങനെ ഇത്രയേറെ പ്രയാസങ്ങൾ തനിക്ക് ചൊരിഞ്ഞവരോട് എന്നിൽ നിന്നും നിങ്ങളെന്ത് പ്രതീക്ഷിപ്പെന്നുരക്ക്, എല്ലാവരിൽ കരുണയിൽ നോക്കി നബി ശരിക്ക്. അപ്പോഴോ മൊഴിഞ്ഞുടൻ നേതാവപ്പോൾ മുഹമ്മദെ പൊറുക്ക്, മുറിവുള്ള മനസ്സിനെ കരുണയിൽ നിറക്ക്. മുത്തുനബിയും മാപ്പ് കൊടുക്കുന്നേ, ഉമ്മുൽ ഖുറായും മുത്തുസിലാമിൻ നാടായി മാറുന്നേ. മുത്ത് ബിലാലിൻ ബാങ്കൊലി മുഴങ്ങിടുന്നേ. കഅബ തൻ മുകളിലന്ന് ഒക്കെയും ഹക്കവൻ തൻ തിരുകൽപ്പന മുഹമ്മദ് നബിയും സഹാബും ഒരുമിച്ച് മക്കത്തേക്ക് നടന്നടുത്തിയിടുന്നേ. മക്കം ഫത്ഹിൻ്റെ നാളിൽ വന്ന സംഘം കണ്ട് നാട്ടുകാരും തലകുനിച്ചിടുന്നേ. ഈ ഗാനം ഇവിടെ അവസാനിക്കുകയാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മുടെ പല കവികളും എഴുതിയിട്ടുണ്ട്. നബിയുടെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ചിന്തയെക്കുറിച്ച് ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ഒരു പാട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ച ഒരു പാട്ടാണ്. അത് ഇങ്ങനെയാണ്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ, അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. നേരു തീണ്ടാത്ത ബൂജാഹീലുകൾ ക്രൂരമർദ്ദനം ചെയ്യുമ്പോൾ, നേരു തീണ്ടാത്ത ബൂജാഹീലുകൾ ക്രൂരമർദ്ദനം ചെയ്യുമ്പോൾ, നേരു ചോരാതെ അഹദ് അഹദെന്ന് നേരുരത്തോനായെങ്കിൽ ഞാൻ, നേരു ചോരാതെ അഹദ് അഹദെന്ന് നേരുരത്തോനായെങ്കിൽ ഞാൻ, അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ, മഹമൂദിൻ തിരു പാദം ചുംബിച്ച് മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ, മഹമൂദിൻ തിരുമാർഗം തിരുപാദം ചുംബിച്ച് മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ, ഹക്കിൻ മാർഗത്തിൽ ആജീവനാന്തം പോരാടുന്നോനായെങ്കിൽ ഞാൻ,
ഹക്കിൻ മാർഗത്തിൽ ആജീവനാന്തം പോരാടുന്നോനായെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ യാ റബ്ബി നിൻ ലിഖായിനാൽ പുണ്യം പൂത്തിടുന്നോനായെങ്കിൽ ഞാൻ യാ റബ്ബി നിൻ ലിഖായിനാൽ പുണ്യം പൂത്തിടുന്നോനായെങ്കിൽ ഞാൻ ജന്നാത്തുൽ ഫിർദൗസിലന്ന് ചേരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ ജന്നാത്തുൽ ഫിർദൗസിലന്ന് ചേരുന്നോനായെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ. സഹോദരങ്ങളെ, പാട്ടിൻ്റെ അല്ലെങ്കിൽ വരികളുടെ സംഗീതത്തിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പാട്ടുകൾ നമുക്കറിയാം. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ തന്നെ അവരുടെ ചെറിയ പ്രായത്തിൽ നബിയെക്കുറിച്ചുള്ള കഥകളും പാട്ടുകളും അവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് അവരുടെ മനസ്സിൽ ഒരു വലിയ ചലനം സൃഷ്ടിക്കുന്നതിന് തന്നെ കാരണമാകും. ഉറങ്ങുമ്പോഴൊക്കെ പതുക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുഞ്ഞേ നമ്മുടെ മുത്ത് നബി, പൂവേ നമ്മുടെ പുണ്യനബി, യതീമായി തീർന്നതും അൽ അമീനായതും ദീനിനു വേണ്ടിയേറെ ത്യാഗം സഹിച്ചതും കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനെ നീ കുഞ്ഞോനെ, കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനെ നീ. മുത്തായ പൂമകൾ ഫാത്തിമ ബി, തന്നൂടെ മക്കളായ ഹസൻ ഹുസൈൻ, പേരക്കീടാങ്ങളൊപ്പം പാടി നടന്നതും ആന കളിച്ചതും കൂടെയായി ചേർന്നതും കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനെ നീ കുഞ്ഞോനെ, കേട്ട് കേട്ട് നീയുറങ്ങ് പൂമകനെ നീ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര ചരിത്രങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ചുണ്ട്. ഓർക്കുവാനും ചിന്തിക്കുവാനും പരിവർത്തനമുണ്ടാക്കുവാനും സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠന പ്രചാരണ പരിപാടിയോടനുബന്ധിച്ച് സ്നേഹസംവാദം മാസിക സംഘടിപ്പിച്ച പഠന മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനത്തിന് അർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് ഇനി നടക്കുന്നത്. സമ്മാന വിതരണം നടത്തുന്നത് നെച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ, അരുൺ കെ കോട്ടയം, ഗോകുൽ ദീപ് ND തൃശൂർ, ഹരികുമാർ PA ഗുരുവായൂർ,
സന്തോഷ് VD, ഗുരുവായൂർ. ആദിൽ മുഹമ്മദ്, കോഴിക്കോട്. റനീഷ്, കോഴിക്കോട്. ഇനി ഒന്നാം സ്ഥാനത്തിന് അർഹരായവർ: റസിയ ഉമർ, ഒമാൻ. അഹ്മദ്, തൃശൂർ. മൻസൂർ അലി, ദുബായ്. ആബിദ നൗഷാദ്, റിയാദ്. അബ്ദുറഹീം, മഞ്ചേരി. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, സഹോദരിമാരെ. അവസാനമായി അവതരിപ്പിച്ച വിഷയത്തെ അധികരിച്ചുള്ള ക്വിസ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസ് ക്വിസ് കോമ്പറ്റീഷൻ എന്നുള്ള നിലയിൽ ഉള്ള പരിമിതികൾ നമുക്കേവർക്കും അറിയുന്നതാണ്. എല്ലാവർക്കും അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുൻപ് ഉത്തരം പറഞ്ഞ് സമ്മാനം നേടിയ ആളുകളേക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കണം എന്ന കാര്യം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പുരുഷന്മാരോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങളും കഷ്ടതകളുമെല്ലാം അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ട്. പ്രവാചകനും കുടുംബവും സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയരായതായിട്ട് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ സാമൂഹ്യ ബഹിഷ്കരണത്തിന് വിധേയരായി പട്ടിണി കിടന്ന ഒരു താഴ്വര ഇവിടെ പറയുകയുണ്ടായി. ആ താഴ്വരയുടെ പേരെന്താണ്? ഷേബ് അബി താലിബ്. ഉത്തരം പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മളുടെ പുരുഷന്മാരോടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒന്നായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പിൻവലിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ പുരുഷനാണ്. സോറി ആ പുരുഷന് സമ്മാനം കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കേണ്ടതാണ്. ആരാണത്? ആ ചോദ്യം ചോദിച്ച ആള് ആ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. മുകളിലാണ്. അദ്ദേഹത്തിനുള്ള സമ്മാനം താഴെയാണ്. താഴോട്ട് വരണം. പുരുഷന്മാർക്കുള്ള സമ്മാനം താഴെയാണ്. അതുകൊണ്ട് അദ്ദേഹം താഴോട്ട് വരേണ്ടതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് മറുപടി പറയേണ്ടതും ഈ താഴെ റോയിലിരിക്കുന്ന പുരുഷന്മാരാണ്. എല്ലാവരോടും പറയേണ്ടതില്ല. അറിയുന്ന ആളുകൾ, മൈക്കുമായി നിൽക്കുന്ന ആളുകളെ കൈ കാണിക്കുക. അവരടുത്തുള്ള ഏറ്റവും ആ നിലയ്ക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെ മൈക്ക് നൽകുക. അവരാണ് മറുപടി പറയേണ്ടത്. മദീനയിലുണ്ടായിരുന്ന 3 പ്രബലമായ ജൂത ഗോത്രങ്ങളുടെ പേര് അവർ ഏതൊക്കെ ഗോത്രങ്ങളാണ്? ബനു കൈനുക്ക, ബനു ഖുറൈള, ബനു നളീർ. ബനു കൈനുക്ക, ബനു നളീർ, ബനു ഖുറൈള. ഉത്തരം ശരിയാണ്. അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ
ആ മുസ്ലിം സുഹൃത്തുക്കളോടുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കമെഴുന്നേറ്റ് വരുന്ന ഒരു സമയത്ത് പ്രവാചകൻ്റെ ശരീരത്തിൽ ഈത്തപ്പനയോലയുടെ പാടുകൾ കണ്ടുകൊണ്ട്, അടയാളങ്ങൾ കണ്ടുകൊണ്ട്, പ്രവാചകന് ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ശയന സൗകര്യം ഒരുക്കട്ടെ, മെത്തയൊരുക്കട്ടെ എന്ന് ചോദിച്ച സ്വഹാബി, പ്രവാചകൻ്റെ അനുയായി, അദ്ദേഹം ആരാണ്? ഉമർ ബിൻ ഖത്താബ്. ആരാണ്? ഉമർ ബിൻ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ്. ചാത്തൻകുട്ടി. ഉത്തരം ശരിയാണ്. അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകാം. അടുത്തത് 10ാം ക്ലാസ്സിന് താഴെയുള്ള പെൺകുട്ടികളോടാണ് ചോദ്യം. പത്താം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളോടാണ് ചോദ്യം. നിരപരാധിയായ ഒരാളെ വധിക്കുന്നത് എത്ര മനുഷ്യരെ വധിക്കുന്നതിന് തുല്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പരിഗണിക്കുന്നത്? ആ ആയത്തിവിടെ ഓതുണ്ടായി. നിരപരാധിയായ ഒരാളെ വധിക്കുന്നത് എത്ര ആളുകളെ വധിക്കുന്നതിനാണ് ഖുർആൻ പരിഗണിക്കുന്നത്? മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ശരിയാണ് ഉത്തരം. അടുത്ത ചോദ്യം 10ാം ക്ലാസ്സിൽ വരെയുള്ള ആൺകുട്ടികളോടാണ്. ഇവിടെ മുസ്തഫ തൻവീറിൻ്റെ പ്രഭാഷണത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരനുയായി ഉഹദ് യുദ്ധത്തിൽ ക്രൂരമായി വധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഹൃദയം പിളർന്ന് കരൾ കടിച്ചു തുപ്പി അങ്ങനെ വികൃതമാക്കപ്പെടുകയും ചെയ്യുകയുണ്ടായ ഒരു സംഭവം പരാമർശിച്ചു. ഏതാണ് ആ സഹാബി? ഹംസാർ റളിയല്ലാഹു അൻഹു. ഹംസാർ റളിയല്ലാഹു അൻഹു ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം സ്ത്രീകളോടാണ്. ഇവിടെ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കുറേ സംഭവങ്ങളും ആയത്തുകളുമൊക്കെ പരാമർശിക്കുകയുണ്ടായി. ഒരു സൂക്തത്തിൽ മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ചോദ്യം ആയില്ല. എന്ത് സംഭവിക്കുമായിരുന്നുവെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? ക്രൈസ്തവരുടെയും യഹൂദരുടെയും മുസ്ലിം പള്ളികളും നശിപ്പിക്കപ്പെടുമെന്ന്. അതെ, ആദ്യം പറഞ്ഞ ആൾക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്. ഉത്തരം ശരിയാണ്. ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അടുത്ത ചോദ്യം നേരിട്ട് ഇവിടെ പരാമർശിക്കാത്ത ഒരു വിഷയമാണ്. ഹുദൈബിയ സന്ധിയിൽ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവാരാധകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ കരാറിൽ ഒപ്പിട്ട അന്ന് ബഹുദൈവ വിശ്വാസിയായിരുന്ന ആളുടെ പേരെന്താണ്? സുഹൈൽ ബിൻ അമ്ർ. ഉത്തരം ശരിയാണ്. ആ ചോദ്യകർത്താവിനോട് ഒരു ചോദ്യം കൂടി ഉണ്ട്. അതിനുകൂടി ഉത്തരം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. യുദ്ധത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ പരാമർശിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ച പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം
നിങ്ങൾ അതിര് വിടരുത് അല്ലെങ്കിൽ പരിധി ലംഘിക്കരുത് എന്നുള്ളതാണ്. എന്തൊരു പദമാണ് അതിനുവേണ്ടി വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്? വലാ തഅ്തദു. ഉത്തരം ശരിയാണ്. ഈ അദ്ദേഹത്തിന് ഒരു വിശിഷ്ടമായ സമ്മാനം, പ്രത്യേക സമ്മാനം അവസാനത്തെ ചോദ്യമുള്ള നിലയിലും പ്രത്യേക 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എന്നുള്ള നിലയിലും നൽകുകയാണ്. ഈ ക്വിസ് മത്സരം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാ നമ്മുടെ മുമ്പിൽ ഒരു ജീവിതം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ച് ജീവിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത് അവിടെയൊരു സാമൂഹ്യ നിർമ്മിതി സാധിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ജീവിതമാണെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കുടുംബനാഥനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സാമൂഹ്യ പരിഷ്കർത്താവുമെല്ലാം നമുക്ക് മാതൃകയാക്കാവുന്നത് തന്നെയാണെന്ന് നാം മനസ്സിലാക്കി. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിമർശനങ്ങളുണ്ടോ? നാം തുറന്ന് സംവദിക്കുക. എൻ്റെ പേര് ചാത്തൻകുട്ടി, കൊട്ടപ്പുറം. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു എന്ന് ക്രിസ്ത്യാനികളും മരിച്ചിട്ടില്ല എന്ന് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈസാ നബി വീണ്ടും വരുമെന്ന് പറയുന്നു. മുസ്ലിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഈസാ നബി ആണെങ്കിൽ പ്രത്യേക കാലഘട്ടത്തിൽ ഇസ്രായേലിയർക്ക് ഇടയ്ക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അയാളെ വീണ്ടും വരുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? മതം പൂർത്തിയായി എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഈസാ നബി വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രശ്നം അവിടെ അല്ല കിടക്കുന്നത്. ഉല്ലു നഫ്സിൻ ദായിക്കത്തുൽ മൗത്ത് എന്ന് പറയുന്നത് ഈ ഈസാ നബിക്ക് മാത്രം ബാധകമാക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.